രാജാതിരാജനായ ഈശോ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളുന്നു. നമ്മുടെ ജീവിതത്തെ എന്നും അനുഗ്രഹത്തിൻ്റെ, കൃപാവരത്തിൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കുവാൻ തിരുവൾത്താരയിൽ അവിടുന്ന് എഴുന്നള്ളിയിരിക്കുന്നു. നമ്മുടെ ജീവിതവും ജീവിതത്തിലുള്ള സമസ്ത കാര്യങ്ങളും നയിക്കുന്ന അവിടത്തേക്ക് നമുക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യനാഥനെ നമുക്ക് വണങ്ങാം, ആരാധിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമായ ദിവ്യകാരുണ്യമേ, അങ്ങേക്കെന്നുമെന്നും ആരാധന. അങ്ങാണ് ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുന്നത്. അങ്ങാണ് ഞങ്ങളുടെ ജീവിതങ്ങളെ നേർവഴിയിലേക്ക് നടത്തുന്ന സ്വച്ഛന്തമായ മേച്ചിൽ പുറത്തേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന നല്ലിടയൻ. കർത്താവേ, ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ഈ പുതിയ വർഷവും ഈ വർഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിപാലകനായി അങ്ങുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വിജയപ്രദമായി തന്നെ മുന്നോട്ടു പോകുമെന്നുള്ള ഉറപ്പും ശരണവും ഞങ്ങൾക്കുണ്ട്. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ ആരാധനയർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളോട് കൂടെ നടന്നതിന്, കൂട്ടുകാരനായി ഞങ്ങളോടൊപ്പം നടന്നതിന് നാഥ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സഭാപ്രസംഗകൻ്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നത് ഇതാണ്: എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സമസ്ത കാര്യത്തിനും അവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കുവാൻ ഒരു കാലം, കൊല്ലാൻ ഒരു കാലം, സൗഖ്യമാക്കാൻ ഒരു കാലം, തകർക്കാൻ ഒരു കാലം, പണിതുയർത്തുവാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിതയ്ക്കാൻ ഒരു കാലം, വിതച്ചത് കൊയ്തുകൂട്ടുവാൻ ഒരു കാലം. എല്ലാ കാലങ്ങളുടെയും അതിനാഥനായ കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ കാലങ്ങളെ നയിക്കുന്ന, കാലത്തിലെ ഓരോ നിമിഷവും നയിക്കുന്ന അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തേക്ക് ഞങ്ങൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുണ്ടായിരുന്നു, സങ്കടങ്ങൾ നിറഞ്ഞ അവസരവുമുണ്ടായിരുന്നു. ഞങ്ങളുടെ ഉറ്റവരും പ്രിയപ്പെട്ടവരുമായ ചില വ്യക്തികൾ കടന്നുപോയപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നൊമ്പരങ്ങൾ കണ്ടു നിറഞ്ഞു. അതേ സമയത്തു തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷാവസരങ്ങൾ കടന്നു വന്നപ്പോൾ
ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്ദി കൊണ്ട് നിറഞ്ഞു. എല്ലാ കാലങ്ങളും നിയന്ത്രിക്കുന്ന കർത്താവേ, അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. നല്ലവനായ ദൈവമേ, എല്ലാ കൃപാവരങ്ങൾക്കും എല്ലാ വരദാനങ്ങൾക്കും അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. നമുക്കൊരുമിച്ച് ഗാനം ആലപിച്ചുകൊണ്ട് കർത്താവിന് നന്ദി അർപ്പിക്കാം, സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. നല്ലവനേ, നല്ലവനരുളും വല്ലഭനേ, നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു, നിരതം വാഴ്ത്തി പാടുന്നു. നന്ദി നന്ദി നല്ലവനേ, നന്മകളരുളും വല്ലഭനേ, നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു, നിരതം വാഴ്ത്തി പാടുന്നു. നല്ലവനായ ദൈവമേ, ഞങ്ങളങ്ങയെ നന്ദി ചൊല്ലി വാഴ്ത്തി പാടുന്നു. അങ്ങയുടെ പരിപാലനയുടെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞൊരു വർഷക്കാലം പ്രത്യേകമായി ഉണ്ടായതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സന്തോഷങ്ങളുടെ നിമിഷങ്ങളിൽ അങ്ങ് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആഹ്ലാദം യഥാർത്ഥമായി അങ്ങിൽ നിന്നാണ് കടന്നു വന്നത്. ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ ഉറവിടവും കർത്താവെ അങ്ങായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും കടന്നു വന്നപ്പോഴും കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരായിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾ അനുഭവിച്ച കാരുണ്യത്തിന്, സ്നേഹത്തിന്, അങ്ങയുടെ വിശുദ്ധ സാന്നിധ്യത്തിന്, സാമീപ്യത്തിന് കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഒരുമിച്ച് ഞങ്ങൾ ആലപിക്കുന്നു. നന്ദി നല്ലവനേ, നന്മകളരുളും വല്ലഭനേ, നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു, നിരതം വാഴ്ത്തി പാടുന്നു. നന്ദി നന്ദി നല്ലവനേ, നന്മകളരുളും വല്ലഭനേ, നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു, നിരതം വാഴ്ത്തി പാടുന്നു. സ്നേഹനിധിയായ കർത്താവേ, അങ്ങേക്കു ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വീഴ്ചകളെ ഓർത്ത് മനസ്തപിക്കുമ്പോൾ, ഞങ്ങളുടെ പോരായ്മകളെ ഓർത്ത് ദുഃഖിക്കുമ്പോൾ, പാപങ്ങളെ ഓർത്ത് അങ്ങയുടെ കാരുണ്യം യാചിക്കുമ്പോൾ, കരുണാർത്ഥനായ കർത്താവേ, എന്നും അങ്ങ് ഞങ്ങളെ കൈപിടിച്ചു നടത്തി, കാത്തു സംരക്ഷിച്ചു, കൂടെ നടന്ന് ആശ്വാസം തന്നു. അതിനെല്ലാം ഞങ്ങൾ ഈ നിമിഷം വീണ്ടും നന്ദി അർപ്പിക്കുകയാണ്. അങ്ങേക്ക് ആരാധനയുടെ ഒരു ഗീതം ഞങ്ങൾ ഒരുമിച്ച് ആലപിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ വീണ്ടും ആരാധന അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം തന്നെയാണ്, ഞങ്ങൾ എളിയ ഹൃദയം തന്നെയാണ് അങ്ങേക്ക് അർപ്പിക്കുന്ന ആരാധന. ഞങ്ങൾ ഒരുമിച്ച് ആലപിക്കുന്നു.
ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. ഫലം തരാത്ത അത്തിവൃക്ഷം. അക്കാലത്ത് യേശു ഈ ഉപമ പറഞ്ഞു. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കുവാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ ഫലം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം? കൃഷിക്കാരൻ അവനോട് പറഞ്ഞു, യജമാനനെ, 1 വർഷം കൂടെ അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. മുന്തിരിത്തോട്ടത്തിലെ അത്തിവൃക്ഷം. യജമാനൻ വന്നു നോക്കുമ്പോൾ അതിൽ ഫലമില്ല. കൃഷിക്കാരുടെ അപേക്ഷയാണ് വീണ്ടും 1 വർഷം കൂടെ അതിന് മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുവാനുള്ള സാധ്യത കിട്ടിയത്. കർത്താവേ, മുന്തിരിത്തോട്ടത്തിൽ നട്ടപ്പെട്ട അത്തിവൃക്ഷം ഞാനല്ലേ? ഞങ്ങൾ ഓരോരുത്തരുമല്ലേ? അങ്ങല്ലേ ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ആ യജമാനൻ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം അനുദിനം, അനുനിമിഷം പുറപ്പെടുവിക്കണം. അങ്ങ് വന്നു നോക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം നൽകിയില്ലെങ്കിൽ വലിയൊരു ദുർഘടം ജീവിതത്തിലേക്ക് വന്ന് സംഭവിക്കുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു പുതിയ വർഷം അങ്ങ് നൽകിയ ഒരു ഇളവാണെന്ന് ഇതിൻ്റെ പ്രാരംഭത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ഒരു വർഷം ഞങ്ങൾ തുടങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോടുള്ള പ്രാർത്ഥന ഇതാണ്. ഞങ്ങളുടെ ഈ ജീവിതം വഴി അങ്ങ് ആഗ്രഹിക്കുന്ന ഫലം നൽകുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. അങ്ങ് നൽകിയിട്ടുള്ള, അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞങ്ങളിൽ ഫലം നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ഈ അത്തിവൃക്ഷം പൂത്തില്ലെങ്കിൽ, ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് അത്തിപ്പഴങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇത് ഒരുപക്ഷെ വെട്ടിക്കളഞ്ഞേക്കാം. ഇത് ഞങ്ങളുടെ അവസാനത്തെ ഊഴമാകാം കർത്താവേ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ജീവിതം വഴി എല്ലാറ്റിലും ഉപരിയായി അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ ഞങ്ങളും സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. ഞങ്ങളെ കൈപിടിച്ച് ഈ പുതിയ വർഷത്തിൽ നയിക്കണമേ. കർത്താവേ, അങ്ങയുടെ കരം ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ നിമിഷവും ഉണ്ടാകുമെന്നുള്ള ആ വിശ്വാസം ഞങ്ങൾക്ക് കരുത്തു നൽകുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളുടെ ഓരോ നിമിഷവും ഞങ്ങളെ പിൻചൊല്ലുമെന്നുള്ള ആ ശരണം ഞങ്ങൾക്ക് ശക്തിയേകുന്നു. കർത്താവേ, ആ ശക്തിക്കായി, ആ കാരുണ്യത്തിനായി, ആ കരുത്തിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേൾക്കണമേ
സ്നേഹനിധിയായ പിതാവേ, അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യനാഥ, അങ്ങേക്ക് ഞങ്ങൾ ആരാധന അർപ്പിക്കുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ശരണം ഞങ്ങൾക്ക് ശക്തിയേകുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഈ ജീവിതം തന്നെ ഈ പുതിയ വർഷത്തിലെ ഓരോ നിമിഷവും ഞങ്ങൾ അങ്ങേക്കുള്ള ആരാധനയായി മാറ്റിയെടുക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള സർവസ്വവും അങ്ങയുടെ കരങ്ങളിൽ, അങ്ങയുടെ പരിപാലനയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ. ഈ ഒരു പുതിയ വർഷം തന്നതിന് നന്ദി പറയുന്നതോടൊപ്പം അങ്ങയുടെ പരിപാലനയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ദൈവനാഥനായ യേശുവേ, അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളെ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഈ ഗാനം, ആരാധനാഗീതം ആലപിക്കുന്നു. സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്വമി ഉദാസയേ നിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂരികം സാദരം മാറി നിൽപ്പൂ ഇന്ദ്രിയങ്ങൾ പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവേഗം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാണെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്കു നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിലം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാം കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും